ഇപ്പോൾ നിങ്ങൾ ത്രെഡ്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പല നോട്ടിഫിക്കേഷൻസും വരുന്നുണ്ടാവും. ഇപ്പം ത്രെഡ്സിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡ്സിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 2 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓൾ എന്നുള്ളത് കൊടുക്കുക. അപ്പം എത്ര നേരത്തിന് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് വേണ്ട എന്നുള്ളതും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 8 മണിക്കൂർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ 8 മണിക്കൂർ നേരത്തിന് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും ലഭിക്കില്ല. ഇനി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ട, ചില നോട്ടിഫിക്കേഷൻസ് മാത്രം ഓഫ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ത്രെഡ്സ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് അടിക്കുന്ന നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ലൈക്സ് എന്നുള്ളത് ഓഫ് കൊടുക്കുക. അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നവർ മാത്രം ലൈക്ക് അടിച്ചതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിപ്ലൈസിന് ആരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരണം, മെൻഷന് ആരുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരണം, റീപോസ്റ്റിന് ആരുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരണം, വ്യൂസിന് ഏത് നോട്ടിഫിക്കേഷൻസ് വരണം, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫോളോയിങ് ആൻഡ് ഫോളോവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അതിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാവുന്നതാണ്. അല്ല അത് മാത്രം ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കി ഓഫ് ആക്കി വെക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ത്രെഡ്സിൽ നമുക്ക് പലപ്പോഴും വെറുതെ റെക്കമെൻഡേഷൻസ് വരാറുണ്ട്. അത് മാത്രം ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രം ത്രെഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇത് ഡെയിലി ഡൈജസ്റ്റ് എന്നുള്ളത് അത് ഓഫാക്കി വെക്കാം. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു റിമൈൻഡേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള സജഷൻസ് വരാറുണ്ട്. അപ്പം അതൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരാറുണ്ട്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഓഫാക്കി വെക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് എത്ര സമയത്തിന് വേണമെന്നുണ്ടെങ്കിലും ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ത്രെഡ്സിൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.